സൗദി ഭരണാധികാരി കിങ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം 2 വർഷം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിതീർത്ത അന്താരാഷ്ട്ര സ്പോർട്സ് സിറ്റിയാണ് ജിദ്ദയിലെ കായിക പ്രേമികൾക്കായി മെയ് 1 ഉദ്ഘാടനം ചെയ്യുന്നത്. ജിദ്ദ കിങ് അബ്ദുലസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തായി നിർമ്മിച്ചിരിക്കുന്ന സ്പോർട്സ് സിറ്റിയിൽ ഫിഫയുടെ നിയമങ്ങൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്ത ജൗഹറത്തു ജിദ്ദ എന്ന് പേരിട്ടിരിക്കുന്ന പ്രധാന സ്റ്റേഡിയത്തിൽ ഒരേ സമയം 60,000 പേരെ ഉൾക്കൊള്ളാനാവും. 100-ലധികം കവാടങ്ങൾ, പ്രത്യേക നമ്പറുകൾ പതിച്ച ഇരിപ്പിടങ്ങൾ എന്നീ പ്രത്യേകതയോടെയുള്ള പ്രധാന സ്റ്റേഡിയത്തിന് പുറമെ വ്യത്യസ്ത വലിപ്പങ്ങളിലുള്ള ഇൻഡോർ സ്റ്റേഡിയങ്ങളടക്കം മൊത്തം 6 സ്റ്റേഡിയങ്ങൾ സിറ്റിയിലുണ്ട്. 80,000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, സ്ത്രീകൾക്ക് മാത്രമായി അടച്ചിട്ട കളിസ്ഥലങ്ങൾ, ഭരണരംഗത്തെ പ്രമുഖർക്കും മറ്റ് വിശിഷ്ടാതികൾക്കും മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഇരിപ്പിടങ്ങൾ, തത്സമയ മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനുള്ള പടുകൂറ്റൻ TV സ്ക്രീനുകൾ, കോൺഫറൻസ് ഹാൾ, കുടുംബങ്ങൾക്കുള്ള വിനോദ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ആരാധനാലയം, ആശുപത്രി, കായിക പരിശീലന കേന്ദ്രങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവയും നിർദ്ദിഷ്ട സ്പോർട്സ് സിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട്. സ്പോർട്സ് സിറ്റി നിലയിൽ വരുന്നതോടെ പല അന്തർദേശീയ മത്സരങ്ങളും നേരിൽ കാണാനാവുമെന്ന സന്തോഷത്തിലാണ് സ്വദേശികളോടൊപ്പം ജിദ്ദയിലെ പ്രവാസികളും. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.